ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 107 ലാഭമുണ്ടാകും. ഭാഗം 107 ലാഭമുണ്ടാകും ഇവിടെ ആരംഭിക്കുന്നു. ചിറയൻകീഴിലുള്ള KP പത്മനാഭൻ വാദ്യാർക്ക് ബാല്യകാലത്ത് തന്നെ ഗുരുദേവനെ കാണുവാനുള്ള ഭാഗ്യമുണ്ടായി. മാതാപിതാക്കൾക്കൊപ്പം ഗുരുസന്നിധിയിലെത്തിയ നാളിൽ ആ തൃക്കരങ്ങളിൽ നിന്ന് കിട്ടിയ മുന്തിരിങ്ങയുടെ മധുരം വാദ്യാരുടെ നാവിൽ എപ്പോഴും ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം കുട്ടികളെ പഠിപ്പിക്കുന്ന തൊഴിലിലാണ് പത്മനാഭൻ ആദ്യം ഏർപ്പെട്ടത്. കുറച്ചു കാലം അത് തുടരുകയും ചെയ്തു. പിന്നീട് ചിറയൻകീഴിൽ ചെറിയ തോതിൽ ഒരു വ്യാപാര സ്ഥാപനം തുടങ്ങി. ഗുരുദേവൻ്റെ അനുഗ്രഹമുണ്ടായാൽ സ്ഥാപനത്തിന് ഉന്നതിയുണ്ടാകുമെന്ന് പലരും പത്മനാഭനെ ഉപദേശിച്ചു. ഗുരുദേവൻ ചിറയൻകീഴിൽ വരുന്നതും പ്രതീക്ഷിച്ച് പത്മനാഭൻ കുറച്ചുനാൾ കാത്തിരുന്നു. അതിനിടയിൽ ഗുരുദേവൻ പലതവണ ചിറയൻകീഴിൽ എത്തിയിരുന്നെങ്കിലും പത്മനാഭന് അപ്പോഴൊന്നും ചെന്ന് കാണുവാനുള്ള അവസരമുണ്ടായില്ല. അതിലയാൾക്ക് വലിയ ഇച്ഛാഭംഗമുണ്ടായി. പിന്നെ ഒട്ടും കാത്തുനിന്നില്ല. അടുത്ത ദിവസം തന്നെ പത്മനാഭൻ ശിവഗിരിയിലേക്ക് തിരിച്ചു. തൃപ്പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ചു നിവർന്നപ്പോൾ ഗുരുദേവൻ പത്മനാഭനോട് ചോദിച്ചു, എവിടെ നിന്ന്? പത്മനാഭൻ, ചിറയൻകീഴിൽ നിന്നാണ്. ഗുരുദേവൻ, നാം കൂടെ ചിറയൻകീഴിൽ വരാറുണ്ട്. പത്മനാഭൻ, അറിയാം. കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ ഒരിക്കൽ വന്ന് നമസ്കരിച്ചിട്ടുണ്ട്. അല്പനേരം കഴിഞ്ഞിട്ട് ഗുരുദേവൻ, ലാഭമുണ്ടോ? പത്മനാഭൻ, ഉണ്ട്. ഗുരുദേവൻ, ലാഭമുണ്ടാകും, എന്നാൽ അമിത ലാഭം എടുക്കരുത്. വ്യാപാരത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നതിന് മുമ്പായിട്ടുള്ള ഗുരുദേവൻ്റെ ആ അനുഗ്രഹ വചസ് കേട്ട് പത്മനാഭൻ്റെ ഹൃദയം നിറഞ്ഞു. പിൽക്കാലത്ത് പത്മനാഭൻ ചിറയൻകീഴിലെ വലിയൊരു വ്യാപാരിയായി വളരെ കാലം ശോഭിക്കുകയുണ്ടായി. ചെമ്പഴന്തിയിൽ നീ അവതരിച്ചു എൻ്റെ ശ്രീനാരായണ ഗുരുദേവൻ. മനുഷ്യനെ സ്നേഹിക്കുവാനായി അവതാരമെടുത്തൊരു മഹാദേവൻ എൻ്റെ ശ്രീനാരായണ ഗുരുദേവൻ. എൻ്റെ ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 107 ലാഭമുണ്ടാകും ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.